Friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിന്റെ ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പലരും എൻ്റെ വാട്സപ്പിൽ വന്ന് പറയാറുണ്ട് എൻ്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ട്, ആ ഡിസ്പ്ലേക്ക് എത്ര വില വരും, അത് എങ്ങനെ മാറും, എവിടെ നിന്ന് മാറും, ഏത് ഡിസ്പ്ലേ ആണ് നല്ലത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അവരൊക്കെ തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. അതായത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് നമ്മുടെ ഡിസ്പ്ലേ മാറേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മുടെ ഫോൺ തറയിൽ വീണോ, ഡിസ്പ്ലേ പൊട്ടിപ്പോയി, ഡിസ്പ്ലേ മാറാണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് ഗ്ലാസ് മാത്രമായിരിക്കും പൊട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിലെ ഗ്ലാസ്, വെറും ഗ്ലാസ്, അതായത് നമ്മൾ ഒരു ഗ്ലാസ് മാത്രമായിരിക്കും പൊട്ടിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ടച്ച് മാത്രമായിട്ട് മാറിയെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് മാത്രമായിട്ട് മാറിയെടുക്കുക. ഡിസ്പ്ലേ മൊത്തത്തിൽ മാറാൻ ശ്രമിക്കരുത്. അങ്ങനെ മൊത്തത്തിൽ മാറാൻ വേണ്ടി നിങ്ങൾ പോകരുത്. ആ ഗ്ലാസ് അല്ലെങ്കിൽ ആ ഒരു ടച്ച് മാത്രമായിട്ട് മാറിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ചെയ്യുക. മൊത്തത്തിൽ കോംബോ ആയിട്ട് മാറരുത്. കാരണം എന്ന് പറയുന്നത്, ഒരു ഒറിജിനൽ ഡിസ്പ്ലേയുടെ യാതൊരുവിധ ക്വാളിറ്റിയും അല്ലെങ്കിൽ അത്രത്തോളം നല്ലൊരു പെർഫെക്ഷൻ ഒരിക്കലും കോപ്പി ഡിസ്പ്ലേക്ക് കിട്ടത്തില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത് മിക്കവാറുമൊക്കെ കോപ്പി ഡിസ്പ്ലേയിലായിരിക്കും. ഒറിജിനൽ ഡിസ്പ്ലേ കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടച്ച് അല്ലെങ്കിൽ ഗ്ലാസ് മാത്രമായിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ അത് മാത്രം മാറുക. ഡിസ്പ്ലേക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഡിസ്പ്ലേ കോംബോ മാറാൻ ശ്രമിക്കാവൂ. ഓക്കെ, നിങ്ങളുടെ ഫോണിൽ ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ ഫോണിൻ്റെ കമ്പനിയുടെ ഒറിജിനൽ കമ്പനി ഡിസ്പ്ലേ തന്നെ മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയി തന്നെ മാറാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒറിജിനൽ ഡിസ്പ്ലേ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട്, ചില ഫോണുകളുടെയൊക്കെ ബോർഡ് പോയിട്ട് ഡിസ്പ്ലേ നല്ലതായിരിക്കും, ബോർഡ് പോകും. അങ്ങനത്തെ ഡിസ്പ്ലേകളൊക്കെ അവർ ഇളക്കി സൂക്ഷിച്ച് വെച്ചേക്കും. അങ്ങനെ ആ ഒരു ഡിസ്പ്ലേ നിങ്ങളുടെ ഫോണിൽ ഒറിജിനൽ ഡിസ്പ്ലേ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു സെക്കൻഡ് ഹാൻഡ് ഒറിജിനൽ ഡിസ്പ്ലേ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അത് അവർ മാറിത്തരും. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒറിജിനൽ ഡിസ്പ്ലേക്ക് വളരെ നല്ലൊരു വില തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒറിജിനൽ ഡിസ്പ്ലേ വളരെ വലിയൊരു വില തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഒറിജിനൽ ഡിസ്പ്ലേ കിട്ടാനില്ല, നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ നമ്മളത് കോപ്പി ഡിസ്പ്ലേ മാറുക എന്നുള്ള രീതിയിലേക്ക് മാറും. അതായത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത്, അതായത് നമ്മുടെ സ്പെയർ പാർട്സ് കടയിലൊക്കെ അവൈലബിൾ ആകുന്നത് മിക്കവാറുമൊക്കെ കോപ്പി ഡിസ്പ്ലേകളാണ്. അതായത് ഒറിജിനലിനോട് അടുത്ത് തന്നെ നിൽക്കുന്ന കോപ്പി ഡിസ്പ്ലേകൾ, ഇപ്പോൾ നല്ല കോപ്പി ഡിസ്പ്ലേകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം ഡിസ്പ്ലേകൾ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, പല ക്വാളിറ്റികളുമുണ്ട്. കോപ്പി ഡിസ്പ്ലേയിൽ തന്നെ പല ക്വാളിറ്റികളിലുമുണ്ട്, പല റേറ്റിലുമുണ്ട്. അതുപോലെ തന്നെ കോപ്പി ഡിസ്പ്ലേയിൽ തന്നെ LED ഡിസ്പ്ലേയും LCD ഡിസ്പ്ലേയും ഉണ്ട്. അതായത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് കമ്പനി നൽകിയിരിക്കുന്നത് LED ഡിസ്പ്ലേ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് LED ഡിസ്പ്ലേ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു LED ഡിസ്പ്ലേക്ക് പകരം നമുക്ക് LCD ഡിസ്പ്ലേ നിങ്ങൾക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള കോപ്പി ഡിസ്പ്ലേകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ പൈസയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ ഫോണിൽ LED വേണോ LCD വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. LED ഡിസ്പ്ലേക്ക് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. കോപ്പി LED ഡിസ്പ്ലേക്ക് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഒറിജിനൽ ഡിസ്പ്ലേയുടെ കാര്യമല്ല പറയുന്നത്. ഒറിജിനൽ ഡിസ്പ്ലേക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും. എന്നാൽ കോപ്പി LED ഡിസ്പ്ലേക്ക് LCD ഡിസ്പ്ലേക്കായിട്ട് കുറച്ചും കൂടി പൈസ കൊടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ എമൗണ്ടിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്, മാറാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു കോപ്പി ഡിസ്പ്ലേ മാറാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും ഷോപ്പ് ഉടമ തന്നെ അല്ലെങ്കിൽ ആ ഒരു ടെക്നീഷ്യൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇത് ഇത്ര ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്, ഇതിനെക്കാട്ടി നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത്ര പൈസ കൊടുക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു തരും. ഏത് ഡിസ്പ്ലേ നിങ്ങൾ മാറിയാലും, ഏത് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ മാറിയാലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ടെക്നീഷ്യനെ ചോദിക്കുക എത്ര മാസത്തെ വാറണ്ടി കിട്ടും എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വാറണ്ടി ഇല്ലാത്ത ഡിസ്പ്ലേ മാറരുത്. വളരെ ലോ ക്വാളിറ്റി, വാറണ്ടി ഒട്ടുമില്ലാത്ത ഡിസ്പ്ലേകൾ നമ്മുടെ പൈസയുടെ ബുദ്ധിമുട്ട് നോക്കി, അല്ലെങ്കിൽ ഒരു 200, 300, 400, 500 രൂപയുടെ ഒരു വ്യത്യാസം കണക്കാക്കി നമ്മൾ വാറണ്ടി ഇല്ലാത്ത ഡിസ്പ്ലേകൾ ഒരിക്കലും നിങ്ങൾ മാറരുത്. കാരണം എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ഡിസ്പ്ലേക്ക് മാറിയിട്ട് പോകുമ്പോഴത്തേക്കും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഷോപ്പിൽ നിന്ന് ടെക്നീഷ്യൻ നിങ്ങൾക്ക് കൈ തരുമ്പോഴത്തേക്കും പ്രോബ്ലംസ് ഒന്നും തന്നെ കാണത്തില്ല. എന്നാൽ ചിലപ്പോൾ 2 or 3 അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് പ്രോബ്ലംസ് വരുന്നത്. അതായത് ഓട്ടോ ടച്ച് പ്രോബ്ലംസുകൾ, അല്ലെങ്കിൽ ഫ്ലിക്കറിങ് പ്രോബ്ലംസുകൾ, ടച്ച് പ്രോപ്പറായിട്ട് വർക്കാവാതെ വരിക, ബ്ലിങ്കിങ് വരിക, ഫ്ലിക്കറിങ് വരിക, അതുപോലെ തന്നെ പല പ്രോബ്ലംസുകൾ ചിലപ്പോൾ 1 or 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും പ്രോബ്ലംസ് തുടങ്ങുക. അതായത് അപ്പോൾ വാറണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അവർ തന്നെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മാറ്റിത്തരും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് കോപ്പി ഡിസ്പ്ലേയും ഒറിജിനൽ ഡിസ്പ്ലേയും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. പല കാര്യത്തിലും പല ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. ഒറിജിനൽ ഡിസ്പ്ലേ, കോപ്പി ഡിസ്പ്ലേ, ഇവ തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് തയ്യാറാക്കി തരാം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഡിസ്പ്ലേ മാറാൻ പോകുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കുക.